അഷിക സി കൃഷ്ണകുമാർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ ആൾ ഞാനല്ല, എൻ്റെ മേൽ പീഡന ആരോപണമില്ല എന്നും പറയുന്നു. വി ഡി സതീശൻ പൊട്ടിക്കാൻ വെച്ച ബോംബ് അതാണെന്ന് പോലും അറിയാതെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ കേട്ടതിൻ്റെ പേരിൽ സി കൃഷ്ണകുമാർ അത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അത് മാത്രമല്ല, സി കൃഷ്ണകുമാർ പറയുന്നത് 2014 മുതൽ തനിക്കെതിരെയുള്ള ആരോപണമാണ്. മാത്രമല്ല 2014 മുതൽ തനിക്കെതിരെയുള്ള ആരോപണമാണ്, അതിൽ ലൈംഗിക പീഡനമോ അങ്ങനെ ഒരു പരാതിയേ അല്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഇന്നലെയാണ് സന്ദീപ് വാര്യർ ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷനോട് നിങ്ങളുടെ കോർ കമ്മിറ്റി മെമ്പറിനെതിരെ ഔദ്യോഗികമായ ഒരു പരാതി കിട്ടിയിട്ട് അത് അന്വേഷിച്ചോ എന്നും പറഞ്ഞ് ചലഞ്ച് ചെയ്യുന്ന ഒരു സംഗതി. ഇത് വെച്ചാണ് ഇതിങ്ങനെ തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഈ ബോംബിന്റെ തിരി കത്തിച്ചു വിടുന്നത്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് സന്ദീപ് വാര്യർ ഏജന്റ് സന്ദീപ് വാര്യർ ആണോ എന്നുള്ളതാണ്. കാര്യം അത്രയധികം പ്രശ്നങ്ങൾ ആണ് സന്ദീപ് വാര്യർ വന്നതിന് ശേഷം ഉണ്ടാകുന്നതും ഇപ്പോൾ BJPക്കെതിരെ പറഞ്ഞ ഒരു ആരോപണം ഒന്നുമല്ലാതെ ആവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് വന്നിരിക്കുന്നത്. എന്താണ് ആഷിഖ് തോന്നുന്നത്? ഈ പത്രസമ്മേളനത്തിലുടനീളം അദ്ദേഹം പറയുന്നത് 2014 നൽകിയ സ്വത്ത് സംബന്ധമായ എന്തോ തർക്കത്തിന്റെ കേസും മറ്റ് ഡീറ്റെയിൽസുമാണ്. ഇതിൽ മാധ്യമപ്രവർത്തകർ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, അന്നേ പീഡന പരാതി ഉണ്ടായിരുന്നോ അതോ സ്വത്ത് തർക്കം മാത്രമേ ഉള്ളൂ, ഇതിൽ FIR ഇട്ടിരുന്നോ എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് FIR ഇട്ടു, FIRന്റെ കോപ്പികളെല്ലാം പൊക്കി പിടിച്ച് കാണിച്ചുകൊണ്ടാണ് ആ പത്രസമ്മേളനം നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ പീഡന പരാതിയിൽ FIR ഇട്ടോ എന്നെല്ലാം അദ്ദേഹം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആർക്കെതിരെ കേസ് വന്നാലും ഇതുപോലെ FIR പോലീസ് സ്റ്റേഷനിൽ പോയാൽ FIR ഇടും, അതിനുശേഷം കേസ് പോലീസുകാർ അന്വേഷിക്കും, അതിൽ കഴമ്പില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തള്ളുകയാണ് ചെയ്യാറ്, അല്ലെങ്കിൽ ആ കേസ് പിന്നെ അന്വേഷിക്കാതെ അത് മാറ്റിവെക്കുക ആണ് ചെയ്യാറ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ വി ഡി സതീശൻ ഒരിക്കൽ പോലും ഇദ്ദേഹത്തിന്റെ പേര് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു ബോംബ് പൊട്ടിക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു ഒരു ട്രിക്ക് പ്രയോഗിച്ചാണെന്ന് തോന്നുന്നു. കാരണം മാധ്യമപ്രവർത്തകർ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കും, സോഷ്യൽ മീഡിയ വഴി പല അഭ്യൂഹങ്ങളും പരക്കും. CPM-ലും അതുപോലെ BJP-യിലുമുള്ള മറ്റു പല കഥകളും പൊന്തി വരാൻ ഒരു വഴിയൊരുക്കിയതാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ ഇതിനെ അനുമാനിക്കാം. അതിനുശേഷം സന്ദീപ് വാര്യർ ഇട്ട ഒരു പോസ്റ്റ് മൂലമാണ് ഇദ്ദേഹത്തിലേക്ക് വിരൽ ചൂണ്ടുകയുണ്ടായത്. സന്ദീപ് വാര്യർ കൃത്യമായി പറയുകയാണ്, കോർ കമ്മിറ്റിക്കെതിരെ അല്ലെങ്കിൽ കോർ കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി പോയിട്ടുണ്ട്, ഇമെയിൽ വഴി ഒരു പരാതി എത്തിയിട്ടുണ്ട്, നിങ്ങളത് പരിഹരിച്ചോ അല്ലെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് കൃത്യമായി ഇദ്ദേഹത്തിലേക്ക് വിരൽ ചൂണ്ടുകയുണ്ടായത്. ഇതുപോലെ പല പ്രശ്നങ്ങളും ഇപ്പൊ അദ്ദേഹം വന്ന് ആരോപണങ്ങളെല്ലാം നിശ്ചയിച്ച സ്ഥിതിക്ക് ഇനി അടുത്ത ആളിലേക്ക് ഇത് നീളും. അത് വ്യക്തമായി. പക്ഷേ എന്തൊരു രസകരമായ സംഗതിയില്ല, അതായത് BJP രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും അധികം പ്രചരണങ്ങൾ നടത്തിയതൊക്കെ എവിടുന്നോ കേട്ട കുറെ ഓഡിയോ ക്ലിപ്പുകളുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ യുവനടി റിനിയാൻ ജോർജ് നടത്തിയ ഒരു പ്രസംഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരും പറഞ്ഞിട്ടില്ല, ഹൂ കേസ് എന്നൊരു പേര് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനാണ് എന്ന തരത്തിലുള്ള വ്യംഗ്യാർത്ഥത്തിലാണ് പദപ്രയോഗങ്ങൾ നടത്തിയത്. പിന്നീട് വന്ന അവന്തികയാണ് പിന്നെയും ഡയറക്റ്റായിട്ട് രാഹുലിന്റെ പേര് പറഞ്ഞത്, അതും ശരിയല്ല എന്ന് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു പരാതിക്കാരിയോ കൃത്യമായ പരാതി, ഒരു FIR പോലും ഈ പറഞ്ഞ ലോജിക്ക് വെച്ചൊരു FIR പോലും ഇടാതെ വന്നൊരു കേസിന്റെ പുറത്താണ് BJP ഇത്രയും അധികം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കണ്ടോൺമെന്റിലേക്ക് കാളയെ കൊണ്ടുപോകുന്നത്, അതൊക്കെ എത്രയോ മ്ലേച്ഛമായ രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു. അതിന് പരാതികളോ FIR-ഓ ഇല്ല എന്നറിഞ്ഞിട്ടും രാഹുലിനെ രാജിവെക്കണം, MLA ആകാൻ പാടില്ല എന്ന് പറഞ്ഞ BJP അവരുടെ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു പരാതി വന്നപ്പോൾ അതിനെതിരെ പരാതി ഉണ്ട് അവിടെ. അതായത് അടിസ്ഥാനപരമായി പരാതി എന്നുള്ളത് റെക്കോർഡിക്കൽ അവിടെ റെക്കോർഡുണ്ട്, അതിനെതിരെ എന്ത് നടപടി എടുത്തുന്നൊരു ചോദ്യം തന്നെ BJPക്ക് സത്യത്തിൽ ഉത്തരമില്ല. അതായത് ഞങ്ങൾ ചെയ്യുമ്പോൾ, ഞങ്ങൾ ഇടുമ്പോൾ ആഹാ, അവർ പറയുമ്പോൾ ഓഹോ എന്നാവുന്ന ഒരു സിമ്പിൾ ലോജിക്കാണ് ഇവിടെ. ഇനി സത്യത്തിൽ വി ഡി സതീശൻ ഉദ്ദേശിച്ച ബോംബ് ഇതാണോ എന്ന് പോലും അറിയാൻ പോലും സാധിക്കുന്നില്ല. അത് CPM-നെതിരെയുള്ളൊരു ബോംബാണ് എന്നാണ് പറഞ്ഞത്. ഇതിൽ സി കൃഷ്ണകുമാർ മനസ്സിലാക്കേണ്ടത്, ശ്രീ കൃഷ്ണകുമാറിനെതിരെ പണ്ടും ഇതുപോലെ ആരോപണങ്ങളൊക്കെ ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട്, വഴി തർക്കങ്ങളുമായി ബന്ധപ്പെട്ട്, അതൊക്കെ സിവിൽ കേസിന്റെ പരിധിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ അധികം അലിഗേഷൻസ് ഒക്കെ കുറേ നാളുകളായി നിലനിന്നിരുന്നു. അതൊക്കെ പോയതാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഉന്നയിക്കപ്പെട്ടതാണ്. പക്ഷെ അതൊക്കെ സിവിൽ കേസുകളാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ലൈംഗിക പീഡന പരാതി എന്ന തരത്തിലേക്ക് ഇത് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാത്രമാണ് അതിലൊരു ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, അല്ലെങ്കിൽ മറുനാടൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ റിപ്പോർട്ടേഴ്സ് വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതൊരു ചെറിയ കുടുംബ പ്രശ്നം മാത്രമല്ല, അതിനേക്കാൾ എന്താ പറയുക ഗ്രാവിറ്റി ഉള്ള, അതിനേക്കാൾ ആഴത്തിലുള്ള മറ്റെന്തൊക്കെയൊരു പ്രശ്നം അതിലുണ്ട്.
അതെന്തായാലും പുറത്ത് വരേണ്ടതുണ്ട്. പക്ഷേ സി കൃഷ്ണകുമാർ ഇങ്ങനെ ആകാശത്തൂടെ പോയ ഒരു വള്ളിയെ ഇങ്ങനെ നമ്മൾ വലിയൊരു ഗോവണി വെച്ചിട്ട് ഇതെൻ്റെ വള്ളിയാണ് എന്ന് പറഞ്ഞു പോയി പിടിച്ച ഒരു സാഹചര്യമായിട്ടാണ് എനിക്ക് വ്യക്തിപരമായി ഇതിനകത്ത് തോന്നിയത്. ഒരു അപക്വമായൊരു നീക്കം പോലെയാണ്. കാര്യം സി കൃഷ്ണകുമാർ നമുക്കറിയാം BJP വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനാർത്ഥിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മലർത്തിയടിച്ചത്. അപ്പം സ്വാഭാവികമായും രാജിവെപ്പിച്ച് അടുത്ത ബൈ ഇലക്ഷൻ നിന്നാൽ ഉറപ്പായും BJPക്ക് സുനിശ്ചിതമായ ഒരു സീറ്റാണ്. അതും ഇനി കിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ പാലക്കാട് അടുത്ത തവണ CPM ആയിരിക്കും വരാൻ പോവുക എന്നൊരു അവസ്ഥ മലയാളികൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായും CPM ഇതിൽ നൈസായിട്ട് ഒന്നും പ്രതികരിക്കാതെ ഇപ്പൊ രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ പോലും അത് അവരുടെ പാർട്ടി എടുക്കേണ്ട നിലപാടല്ലേ, നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല എന്ന് പറഞ്ഞ് നൈസായി മാറി ഡിവൈഎഫ്ഐക്കാരെയും അവരുടെ സംഘടനകളെയൊക്കെ ഇളക്കി വിട്ടിരുന്നു. പക്ഷെ പ്രത്യക്ഷത്തിൽ ആദ്യം സമരമായി വന്നത് മഹിളാ മോർച്ചക്കാരാണ്. അവരാണ് ആദ്യം കോഴിയെ എല്ലാം പിടിച്ചുകൊണ്ട് അവിടേക്ക് നടത്തിയത്. പിന്നെ ഇറങ്ങാതിരിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ബാക്കി യുവജന സംഘടനകളെല്ലാം ഇറങ്ങി വന്നത്. ഇവിടെ രാഹുലിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളൊന്നും നിഷേധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ്. കാരണം രാഹുൽ ആദ്യമേ വന്ന് അതെല്ലാം വ്യാജമാണ് എന്ന് പറഞ്ഞ് നിഷേധിക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ഉണ്ടായ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണെന്ന് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. എന്തൊക്കെ ആരോപണം വരുന്നോ രാഹുൽ മൗനം പാലിക്കുകയാണ്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമുണ്ട്. കാരണം ഇത് രാഹുൽ ഇങ്ങനെ മൗനം പാലിക്കുന്നത് ഇതിലും വലിയ കേസുകൾ രാഹുൽ ചെയ്തു വെച്ച് അത് പുറത്തു വരുമോ എന്ന ഭയം കൊണ്ട് രാഹുൽ മിണ്ടാതിരിക്കുകയാണോ എന്ന രീതിയിൽ വരെ ചർച്ചകൾ പോയിരുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആശിക്ക് പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായി. അതായത് രാഹുൽ നിശബ്ദമായിരുന്നു. അതൊരു 2 ദിവസം ചർച്ചയ്ക്ക് അപ്പുറം ആയുസില്ലാതിരുന്ന സാധനമാണ്. പക്ഷെ രാഹുലിന് എതിരെ പണി വന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ VD സതീശൻ മുഖ്യമന്ത്രി ആവണ്ട എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഇതിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ എടുത്തൊരു സ്റ്റാൻഡുണ്ട്, നിശബ്ദമായിരിക്കുക. ഇപ്പം നമുക്കറിയാം വാർത്തകൾ അങ്ങനെയാണല്ലേ, കുറച്ചധികം ദിവസം ട്രെൻഡ് ഉണ്ടാവും, അടുത്തൊരു വാർത്ത വരുമ്പോൾ ഇത് പഴയ വാർത്തയായി മാറും. അങ്ങനെയാണ് ട്രെൻഡ് സെറ്റിംഗ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. രാഹുലിന് ആ സ്റ്റാൻഡ് കറക്റ്റായിട്ട് അറിയാമെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ മാധ്യമങ്ങൾ ഇതിലൊരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ഇതിന് പുറകെ തന്നെ ശക്തമായി പുറകെ കൂടി. രാഹുൽ ഈ പറഞ്ഞ പോലെ മൗനം പാലിച്ചാൽ അത് വഴുതി അങ്ങ് പോകുമെന്ന് കരുതി. ഇതിൽ VD സതീശൻ വെട്ടിലാവുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. കാരണം VD സതീശന്റെ പേര് പറയിക്കാൻ പോലും പലരും ഇൻഡയറക്റ്റ് ആയിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ VD സതീശൻ കൃത്യമായി സ്റ്റാൻഡ് എടുത്തു. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്ന സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് മാത്രം VD സതീശൻ ഇത്രയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന നിലപാട് പറയാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ VD സതീശനുണ്ട ആ ഇമേജ് അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കാൻ VD സതീശന് പറ്റി. VD സതീശൻ കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഷാഫിയിലൂടെയും VD സതീശനിലൂടെയും വളർന്നു വന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ആരോപണം വരുമ്പോൾ കൃത്യമായി വിരൽ ചൂണ്ടുന്നത് VD സതീശനെതിരാണ്. ഇപ്പൊ നമ്മൾ നിലമ്പൂരിലെല്ലാം കണ്ടു, രാഹുൽ നിലമ്പൂർ പോയി അൻവറിനെ കണ്ട സമയത്തെല്ലാം VD സതീശനോടാണ് ചോദ്യം ചോദിക്കുന്നത്. VD സതീശന്റെ അറിവില്ലാതെ രാഹുൽ അങ്ങനെ പോവില്ല എന്ന രീതിയിൽ വരെ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ VD സതീശനെ വലിച്ച് താഴെയിടാം എന്ന് കോൺഗ്രസിലുള്ള ഒരു വിഭാഗം തന്നെ ചിലപ്പോൾ വിചാരിച്ചു കാണും. പക്ഷേ ശക്തമായി എതിർത്തുകൊണ്ട് VD സതീശൻ മുന്നോട്ട് വന്നതോടുകൂടി അവിടെ പാളി, ആദ്യം തന്നെ പാളി. പിന്നെ രാഹുലിനെ താഴെ ഇറക്കുക എന്ന് മാത്രമായിരുന്നു ലക്ഷ്യം. ഇതിൽ കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പരസ്പരം രാഹുലിനെ താഴെ ഇറക്കാനുള്ള ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമം കൂടി ഇതിനിടയിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാണ് ഇതിന്റെ ധാർമ്മികതയുടെ മൊത്തക്കച്ചവടക്കാർ എന്ന തരത്തിലുള്ളൊരു രീതിയിലേക്ക് അവർ വന്നിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി നിലവിൽ BJPക്കെതിരെ വെച്ചത് അത്ര വിലപ്പോവില്ല എന്നാണ് തോന്നുന്നത്. മാത്രമല്ല BJPക്ക് ഒന്നും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ റെലവൻസ് ഉണ്ടെങ്കിൽ പോലും CPM നേതാവിനെതിരെ വരുന്ന ആരോപണം പോലെ, അല്ലെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ആരോപണം പോലെ ആവില്ല. അതിപ്പോൾ CPMന്റെ ഒരു പ്രമുഖ നേതാവിനെതിരെ വന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു യുവ നേതാവ് കൂടിയാണ്. അപ്പോൾ യുവ നേതാവിനെതിരെ ഇത്രയും അധികം തെളിവുകൾ ഇൻ ദ സെൻസ് അതൊക്കെ തെളിയിക്കപ്പെട്ട തെളിവുകളൊന്നുമല്ല, കുറച്ചധികം സ്ത്രീകൾ വരുന്നു, പല ഇടങ്ങളിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായി അതിന് കിട്ടിയൊരു അറ്റൻഷൻ ഇനി ആർക്കെതിരെ പ്രയോഗിച്ചാലും വരില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഒരു ട്രെൻഡും ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോ വേറൊരു കേസും കുത്തിപ്പൊക്കുന്നുണ്ട്, വ്യാജ ID കാർഡ്, അതും കൂടി കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിലൂടെ. അതായത് രാഹുൽ നിഗ്രഹമാണ് അടിസ്ഥാനപരമായി ഉദ്ദേശിച്ചത്. അത് കുറച്ചധികം കടന്നു പോയപ്പോൾ കോൺഗ്രസ് സംയുക്തമായി ഇന്നലെ KPCC ഒരു ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. രാഹുൽ വിഷയം സംസാരിക്കേണ്ടതില്ല. മാത്രമല്ല അവിടുത്തെ പാലക്കാട് DCC പ്രസിഡന്റിന്റെ അടുത്ത് ചോദിച്ചിരുന്നു, രാഹുൽ മണ്ഡലത്തിലേക്ക് വന്നാൽ പ്രതിഷേധമുണ്ടാകും, അപ്പോൾ രാഹുലിന് സംരക്ഷണം കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, രാഹുൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ആളല്ലല്ലോ, ഞങ്ങൾ ആലോചിച്ച് പറയാമെന്നൊക്കെ. അതായത് തണുപ്പൻ മട്ടിലേക്ക് ഇത് കൊണ്ടുപോകാമായിരുന്നു കോൺഗ്രസിന് ആദ്യമേ. ഇവർ ഈ ആശിക്ക് പറഞ്ഞതുപോലെ ധാർമ്മികത, ഞങ്ങളാണ് ധാർമ്മിക ആൾക്കാർ, ഞങ്ങൾ കൊടുക്കുന്ന മാതൃക, കോൺഗ്രസ് കൊടുക്കുന്ന മാതൃക പോലെ ആർക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല
എന്ന് പറഞ്ഞ് ഇവർ അതിന്റെ ക്രെഡിറ്റ് പിടിക്കാൻ നോക്കിയപ്പോൾ സത്യത്തിൽ പെട്ടുപോയത് രാഹുലാണ്. പക്ഷെ രാഹുലിന് ഈ കിട്ടിയ തിരിച്ചടി പോലെ മറ്റേ ആർക്കെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാലും എല്ലാ കാര്യം രാഹുലിനെ വെട്ടേണ്ടത് അത് എതിർപക്ഷത്തിന്റെ മാത്രമല്ല, അത് കോൺഗ്രസിന്റെ കൂടി ആവശ്യമായിരുന്നു. അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.